ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മാവുകൾ എങ്ങനെ പ്രൂൺ ചെയ്ത് ബുഷായി നിർത്തുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ പ്ലാന്റ് വാങ്ങിച്ച് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അറിയാത്തവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇത് മിയാസാക്കിയുടെ തൈയാണ്. ഇത് വി ഗ്രാഫ്റ്റാണ്. വി ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തറയിൽ നിന്നുള്ള അതിൻ്റെ സ്റ്റിക്ക് തന്നെ ഏകദേശം 1-2 അടി പൊക്കമുണ്ട്. അതിനുശേഷം ഇത് വി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതും ഏകദേശം 3 അടിയോളം പൊക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെമ്മിലൊക്കെ മാവ് ചെയ്യുന്നവർക്ക് ഇത്രയും ഹൈറ്റിൽ ഈ ചെറിയ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഇത് വലുതാകുമ്പോൾ ഒരുപാട് ഉയരം പോകും. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണെങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ച് അതിൻ്റെ വി ഗ്രാഫ്റ്റിൻ്റെ ഏകദേശം 10 ഇഞ്ച് മുതൽ 1 അടിക്ക് മുകളിലായിട്ട് കട്ട് ചെയ്ത്, ഇതിൻ്റെ മുകളിലായിട്ട് ഏകദേശം 2.5 അടിയോളം ഉണ്ടായിരുന്നു. പാല് ചൊവ്വ അതിൻ്റെ മുകളിൽ ഒരു 3 നിലയും. ഇതായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള അവസ്ഥ. കട്ട് ചെയ്തപ്പോഴത്തേക്കും അത് പുതിയ തിളിരുകൾ വന്നു തുടങ്ങി. ഇതിലുള്ള തിളിരുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് 4 വശങ്ങളിൽ നിൽക്കുന്നത് ഒരു 4 എണ്ണം നിർത്തിയിട്ട് കുറച്ച് വലുതാകുമ്പം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുകയാണ് പ്ലാൻ. ഇത് കട്ട് ചെയ്ത് ഒരു 10 ദിവസം ശേഷമുള്ള അവസ്ഥയാണിത്. അതിൻ്റെ അടുത്ത അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് ആ മാവിലല്ല, ആ വേറൊരു മാവിൽ ചെയ്തതാണ്. നല്ല ആരോഗ്യത്തിലുള്ള തിളിരുകൾ വരുന്നത് കണ്ടില്ലേ. ഇതിന് കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്ക് ഈ ആദ്യം കാണിച്ചതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള അവസ്ഥയാണ് ഈ അവസ്ഥ. ഓക്കെ, ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തില്ല. ചിലപ്പോൾ എല്ലാം കൂടെ പോയാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പോകും. അതുകൊണ്ട് ആദ്യം ഓരോന്നോരോന്നായിട്ട് നോക്കി അത് വിജയിച്ചപ്പോഴാണ് ഞാൻ എല്ലാം ചെയ്തത്. അതിൻ്റെ അടുത്ത സ്റ്റേജ് ഇങ്ങനെ വരും, നല്ല ഹെൽത്തി ആയിട്ട്. 3ാമത്തെ സ്റ്റേജ് കണ്ടില്ലേ, നല്ല ബുഷായിട്ട് ഇതിൽ വന്നിട്ട് മൊത്തം 4 കൊമ്പുകൾ അതുപോലെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇത് വലുതാകുമ്പോഴത്തേക്ക് നല്ല ബുഷായിട്ട് വരും. ഇപ്പോൾ തന്നെ ട്രെമ്മിൽ നിന്ന് വേറെ 1.5 അടി ഹൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ബുഷ് ചെയ്ത വേറെ പ്ലാന്റാണ്. നല്ല അടിപൊളിയായിട്ടില്ലേ. ഇതിപ്പം മൊത്തം 4 കമ്പുകളുണ്ട്. ഇതിപ്പം തറയിൽ നിന്ന് ഏകദേശം ഒരു 1.5 അടി തികച്ചില്ല. തറ മീൻസ് ട്രെമ്മിൽ നിന്ന് ഈ ലെവലിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 മുതൽ 5 അടിയിൽ തന്നെ മാക്സിമം നിർത്താൻ പറ്റും. എൻ്റെ പ്ലാന് മാവുകൾ 5 അടിക്ക് മുകളിൽ പോകരുതെന്നാണ്. ഇതൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തിയതാണ്. ഫൈനലി ഈ ഒരവസ്ഥ എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളിൽ ട്രമ്മുകളിൽ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ ബുഷാക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സാഫ് എന്തെങ്കിലും തേച്ചോണം, ഫംഗസ് എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.